എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കോഴിക്കോടാണ്. അപ്പോൾ കോഴിക്കോട് നല്ലൊരു ബീഫൊക്കെ കൊടുക്കുന്ന ഒരു ചെറിയൊരു ഷോപ്പിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ, ഇവിടുത്തെ വിശേഷങ്ങൾ ഒക്കെ നമുക്ക് ചോദിച്ചറിയാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ അബ്ദുള്ളാക്കാൻ്റെ കടയിൽ വന്നിരിക്കുകയാണ്. അബ്ദുള്ളാക്ക, നിങ്ങൾ എത്ര മണിക്ക് ഇവിടെ വിൽപ്പന തുടങ്ങുക? 6 മണിക്ക്. പക്ഷേ 6 മണിയാകുമ്പോൾ കച്ചവടം തുടങ്ങൂല്ലേ? എത്ര മണി വരെ ഏകദേശം ഉണ്ടാവും? ഉച്ചയ്ക്ക് 1 മണി വരെ ഉണ്ടാവും അല്ലേ? ഇപ്പോൾ ഇവിടെ റഷീദൊക്കെ വന്നിട്ടുണ്ട്. റഷീദൊക്കെ, എന്താണ് ഇവിടുത്തെ ഈ ഇറച്ചി കച്ചവടത്തിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം? സൂപ്പറാണ്. വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റുമോ? വർഷങ്ങളായിട്ട് ഇവിടെ വരുന്നതാണ്. അപ്പോൾ റഷീദൊക്കെ ഇപ്പം നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. എത്ര വർഷമായി നിങ്ങൾ ഇറച്ചി ഫീൽഡിലേക്ക് വന്നിട്ട്? 40 വർഷമായി. ഇവിടെ കച്ചവടം ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? 25 വർഷമായിട്ട് നമ്മളിപ്പോൾ പുതിയങ്ങാടിയിൽ ആണ് കച്ചവടം ചെയ്യുന്നത്. അപ്പോൾ റസാഖ് ഉണ്ട് ഇവിടെ. റസാഖ്, എന്താണ് നിങ്ങൾക്ക് ഇവിടുത്തെ ഇറച്ചി കച്ചവടത്തിനെ പറ്റിയിട്ട് എന്താ നിങ്ങളെ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ മതി. വിശ്വസിച്ചിട്ട് വാങ്ങാം, വിശ്വസിച്ച് മേടിക്കാം. എല്ലാവർക്കും തൃപ്തിയാണ്. പ്രത്യേകം തൃപ്തിയാണ്. കാരണം അങ്ങനത്തെ ഒരു വഞ്ചനയുള്ള പരിപാടിയൊന്നും ഇല്ല ഇവിടെ. ഇവിടെ ഇല്ല. നല്ല രൂപത്തിൽ തന്നെയാണ് കൊടുക്കുന്നത് സാധനം. തൊട്ടടുത്ത് തന്നെ ഹെൽത്തിന്റെ ഓഫീസ് ആയതുകൊണ്ട് അങ്ങനെയൊന്നുമില്ല. ഓഫീസ് ഉണ്ടായത് കൊണ്ടാണ് വൃത്തിയാക്കിയുള്ളൊന്നുമില്ല. പൊതുവെ വൃത്തിയായിട്ട് തന്നെ കൊടുക്കുന്നത്. പുള്ളിക്കാരന്റെ സ്വഭാവം അങ്ങനെയാണ്. നല്ലതേ കൊടുക്കുള്ളൂ. അതെ, വിശ്വസിച്ച് വാങ്ങിക്കാം. ഇപ്പോൾ ഇവിടെ നമ്മളിപ്പോ ബീഫ് മേടിക്കാൻ വേണ്ടി വരുമ്പോ അതിൽ നിന്ന് നെയ്യും കാര്യങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കിയിട്ടാ കൊടുക്കുന്നില്ല. അങ്ങനെ വരും. ഇപ്പൊ എല്ലില്ലാതെ വേണമെന്ന് പറഞ്ഞ ഒരാൾ വന്നാ അങ്ങനെയും കൊടുക്കൂലേ? എല്ല് കൊടുക്കണം വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെയും കൊടുക്കും. വില വ്യത്യാസങ്ങളുണ്ട്. ലിവർ അങ്ങനെയുള്ളതിനൊക്കെ എങ്ങനെ വില വ്യത്യാസം വരുന്നുണ്ട്. അപ്പൊ ഇവിടെ ഇപ്പൊ 25 വർഷത്തോളം ആയിട്ടുള്ള കച്ചവടമാണ്. അപ്പൊ നിങ്ങൾക്ക് ഏത് വേണം പാർട്സ് വേണമെന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് കട്ട് ചെയ്ത് എടുത്തു തരൂലേ? അപ്പോൾ ഓരോ പാർട്സുകളായിട്ട് നമുക്ക് ഷോൾഡർ, പിൻകാല് അങ്ങനെയൊക്കെ ആയിട്ട് ഓരോ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ചങ്ക് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് എവിടെ നിന്ന് ഒരു പാർട്സ് വേണമെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഒക്കെ എടുത്തു തരും. ഇപ്പോൾ ഒരാൾക്ക് വന്ന് വാങ്ങിക്കണത്. ഇപ്പൊ ഇവിടെ അബ്ദുൽ ഗഫൂർക്ക വന്നിട്ടുണ്ട്. അബ്ദുൽ ഗഫൂർക്ക, മൂപ്പരാളെ ഇറച്ചി കച്ചവടത്തിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താ? നല്ലതാണ്. നല്ല അഭിപ്രായമാണ്. നല്ല രീതിയിലാണ് ഇറച്ചി കൊടുക്കുന്നത്. ഒരാളും കൂടി വന്നിട്ടുണ്ട്. നമുക്ക് വിശ്വസിച്ച് മേടിക്കാൻ പറ്റുമോ? എപ്പോഴും മേടിക്കാം. നല്ല രീതിയിലാണ് കൊടുക്കുന്നത്. അത് കളങ്കമില്ലാത്ത രീതിയിൽ കൊടുക്കുന്നുണ്ട്. ധൈര്യമായിട്ട് മേടിക്കാം നമുക്ക്. അപ്പോൾ എല്ലാവരും അഭിപ്രായം നല്ല അഭിപ്രായമാണ് വരുന്നത്. ഇവിടെ മുഹമ്മലിക്കുണ്ട്. മുഹമ്മലിക്ക, നിങ്ങളുടെ അഭിപ്രായത്തിന് എന്താണ് മൂപ്പറുടെ കച്ചവടത്തിനെ പറ്റിയിട്ട്? നല്ല കച്ചവടക്കാരനല്ലേ? സാറാണ്. സാധനമാണ്. നല്ലത് കിട്ടുള്ളൂ. നല്ലതേ കൊടുക്കൂ. അപ്പൊ നമുക്ക് 100% എല്ലാവർക്കും ധൈര്യമായിട്ട് മേടിക്കാമല്ലോ അല്ലേ? മേടിക്കാം. 25 വർഷമായി ഇവിടെ കച്ചവടമായി പറഞ്ഞു. നിങ്ങളിവിടെ മേടിക്കാൻ എന്നാണ്? അപ്പോൾ ഇവിടെ നമ്മളെ ഹാരിസ് ഭായ് ഉണ്ട്. ഇവിടെ ഹാരിസ് ഭായ്, നമസ്കാരം. ഇതിപ്പോൾ എവിടേക്കുള്ള, എന്തിനു വേണ്ടിയുള്ള കട്ടിങ്ങാണ് ഇതൊക്കെ? ഹോട്ടലിലേക്കല്ലേ? അപ്പോൾ ഹോട്ടൽ ഓർഡറുകളൊക്കെ ഇഷ്ടക്കണക്കിലുണ്ടോ? ഇഷ്ടക്കണക്കിൽ ഹോട്ടൽ ഓർഡറുകളുണ്ട് ഇവിടെ. ഇതിപ്പോൾ നമ്മളെ റോസ്റ്റിലേക്കൊക്കെ ഉള്ളതാണ് അല്ലേ? കറിക്കും ഫ്രൈക്കുള്ള കട്ടിങ്ങാണ് ചെയ്യുന്നുണ്ട്. ബാബുട്ട, നമസ്കാരം. അപ്പൊ ബാബുട്ട ഇപ്പൊ ഹോട്ടൽ നടത്തുന്ന ആളാണല്ലേ? ഹോട്ടലിന്റെ പേരെന്താണ്? ഹോട്ട്സ്പോട്ട്. എവിടെയാണ് ലൊക്കേഷൻ? എവിടെയാണ്? പുത്തൂർ അമ്പലത്തിന്റെ തൊട്ടടുത്തായിട്ട് വരുന്നത്. അപ്പൊ ഇവിടെ നിന്നാണ് നിങ്ങൾ ഇപ്പൊ ഇറച്ചി മേടിക്കുന്നത്? എത്ര? 7 വർഷത്തോളമായി.
ഇവിടുന്ന് വാങ്ങണത്. നിങ്ങൾക്ക് അപ്പൊ ഈ മൂപ്പരാളെ അത്രയും വിശ്വാസമാണ്. സ്വന്തം ആളാണ്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഇവിടുന്ന് ഇപ്പൊ ഈ പറയുന്ന പാർട്സുകൾ കറക്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് തരും. തരുന്നുണ്ട്. നല്ല ഇറച്ചിയാണ്, ഒരു കുഴപ്പമില്ല. ഇവിടെ നമുക്കിപ്പോ കല്യാണ ഓർഡറുകളൊക്കെ, അങ്ങനത്തെ കാറ്ററിംഗ് ഓർഡറുകൾ, ഹോട്ടൽ അങ്ങനെയുള്ള ഓർഡറുകളൊക്കെ സ്വീകരിക്കുന്നുണ്ട്. കിലോന് 20 രൂപ കുറച്ച് കൊടുക്കും. ഇവിടെ വിൽക്കുന്ന വിലയിനെക്കാട്ടും 20 രൂപ കുറച്ച് കൊടുക്കും. അതേ ക്വാണ്ടിറ്റി സാധനം അതിൽ യാതൊരു വ്യത്യാസം ഉണ്ടാവില്ല. നെയ്യൊക്കെ അത്യാവശ്യം ക്ലീൻ മീറ്റ് അവര് പറയുന്ന പോലെ അല്ലേ? പറയുന്ന പോലെ കസ്റ്റമർ എങ്ങനെയാണ് പറയുന്നത് അതുപോലെ അവരെ രീതിക്ക് അനുസരിച്ച് കൊടുക്കും. ഇപ്പൊ ഇവിടെ ഡെലിവറി കൊടുക്കുന്നുണ്ടോ? എത്ര കിലോമീറ്ററോളം ഡിസ്റ്റൻസിൽ കൊടുക്കുന്നുണ്ട്? 5 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ കൊടുക്കുന്നുണ്ട്. അതിന് ചാർജസ് എന്തെങ്കിലും ഉണ്ടോ? ഫ്രീ ആണ്. ഡെലിവറി ഒക്കെ ഫ്രീ ആണ്. അരമണിക്കൂർ മുമ്പ് വിളിച്ച് പറയണം. തിരക്കുള്ള സമയം ലേറ്റ് ആവും. മുൻകൂട്ടി ഇവിടെ വിളിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അവിടെ എത്തിക്കാൻ പറ്റൂലേ? തലേന്ന് വിളിച്ചു പറയാം. കല്യാണ ഓർഡറുകൾ മറ്റുള്ളവരൊക്കെ അവരൊക്കെ തലേന്ന് വരണം അല്ലേ? കല്യാണ ഓർഡറൊക്കെ ആദ്യം ഓർഡർ തരുന്നതാണ്. വെക്കും. അത് നമുക്കിപ്പോ ഒരു വലിയ ഓർഡർ ഒക്കെ ആണെന്നുവെച്ചെങ്കിൽ എത്ര ദിവസം മുന്നേ നിങ്ങൾ അവിടെ വന്നിട്ട് പറയണം? ഒരു ദിവസം മുന്നേ പറഞ്ഞാൽ മതി. ഒരു ദിവസം മുന്നേ പറഞ്ഞാൽ നമുക്ക് അവർക്ക് വേണ്ട എല്ലാ സാധനങ്ങളും കൊടുക്കാം. ഇപ്പൊ കല്യാണ ഓർഡറുകൾ, കാറ്ററിങ്ങിന്റെ ആളുകളൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ സാധാരണ വിൽക്കുന്നതിനെക്കാട്ടിയും റേറ്റ് കുറച്ചിട്ടാണ് ഇവിടെ കൊടുക്കുന്നത്. കട്ടിംഗ് ഒക്കെ ഫ്രീ ആണല്ലോ അല്ലേ? ഏത് ടൈപ്പ് കട്ടിംഗ് ആണെങ്കിലും ഒക്കെ ഫ്രീ ആണ്. ഇപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ളത് കട്ടിംഗ് ഒക്കെ ഫ്രീ ആണ്. ഇപ്പൊ ലിവർ വേണമെന്ന് പറഞ്ഞ് അപ്പൊ നമ്മൾ ലിവർ എടുത്ത് കൊടുക്കുന്നു. ഇവിടെ വരുന്ന കസ്റ്റമർ ഇപ്പൊ ഏത് പാർട്സ് വേണമെന്ന് പറഞ്ഞാൽ അവരെ ചോയ്സ് ആണല്ലേ? ഇവിടെ നിന്ന് ഇപ്പൊ ഏതാണെന്ന് വെച്ചെങ്കിൽ അവുമ്പന്നാണ്ട് കയറി കൊടുക്കും. ഒന്നിലും ഒരു മാംസത്തിലും അഴുക്കുണ്ടാവില്ല, ഒരു വേസ്റ്റ് ഉണ്ടാവില്ല. അതാണ് ഇവിടെ പോളിസി. അതാണ് ഇവിടെ ആൾക്കാർ, നിങ്ങളെ സ്ഥിരം കസ്റ്റമേഴ്സ് ഇവിടെ വരുന്നില്ലേ? അതാണ് എന്റെ കച്ചവടത്തിന്റെ പ്രത്യേകത. ആൾക്കാർക്ക് ഞാൻ പറഞ്ഞ വിശ്വാസമാണ്. അതിപ്പോ നിങ്ങൾ കൊടുക്കുന്ന സാധനം നല്ലതായോണ്ടാണല്ലോ അവരങ്ങനെ വരുന്നതും പറയുന്നതൊക്കെ. ഇപ്പൊ ലിവറിന് വേണ്ടിയിട്ട് ഒരാൾ വന്നാണ്. 1/2 കിലോ പറഞ്ഞിട്ടുണ്ട് ലിവർ. ഇപ്പൊ ഇവിടെ വന്ന ഒരാൾക്ക് വാരി വേണമെന്ന് പറഞ്ഞ്, അപ്പൊ വാരിയില്ലേ? നെഞ്ചിന്റെ ഭാഗം. ഒക്കെ മീറ്റിൽ അത്യാവശ്യം എല്ലാ വേസ്റ്റും ഒഴിവാക്കിയിട്ടാണ് ഇവിടെ ഇറച്ചി കൊടുക്കുന്നത്. ഒരു വേസ്റ്റ് ഉണ്ടാവില്ല. ഇതിൽ വാരിന്ന് എല്ലാം ഒഴിവാക്കി നോക്കാം. ഹോട്ടലിലേക്കുള്ള ബിരിയാണി വെട്ടുന്നത് കേട്ടോ. ഇപ്പോൾ ഹോട്ടലിലേക്കുള്ള ബിരിയാണി പീസല്ലേ? ബിരിയാണി പീസ്. അത് നല്ല നട്ടലിന്റെ ഭാഗം, നല്ല ടേസ്റ്റുള്ള ഇറച്ചി. അത് എല്ലാം ഒഴിവാക്കിയിട്ടല്ലേ? ഇതിപ്പോൾ ഹോട്ടലിലേക്കുള്ള ബിരിയാണിക്ക് വേണ്ടിയിട്ടാണ്. നട്ടലിന്റെ അവിടുത്തെ ഇറച്ചിയാണ്, തണ്ടല് എന്നൊക്കെ പറയും. ഏറ്റവും കൂടുതൽ നല്ല ടേസ്റ്റുള്ള ഇറച്ചിയാണ് ഇത്. എല്ലിനോട് ചേർന്ന് വരുന്ന ഇറച്ചിയൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലേ? എല്ലിനോട് ചേർന്ന് വരുന്ന ഇറച്ചിയാണ്
ടേസ്റ്റ് കൂടുക. കാലിന്റെ ഇറച്ചി ഒരു ഭംഗിക്ക് ചവറ് പോലെ ഉണ്ടാവുള്ളൂ. കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവും. ബിരിയാണിക്ക് വേണ്ടിയുള്ള കട്ടിങ്. അതിൻ്റെയും എല്ലാ വേസ്റ്റും മാറ്റൂല. ക്ലീൻ മീറ്റ്. ഒരു കിലോ 16 പീസ് 18 പീസ് 16-18 പീസാക്കിട്ട് കൊടുക്കും. ഹോട്ടൽക്കാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കും. ഇപ്പൊ നിങ്ങള് ഇതിലിപ്പോ ചില്ലി കട്ടിംഗ് ഒക്കെ ഇവിടെ ഉണ്ടല്ലോ അല്ലേ? എല്ലാം ഉണ്ട്. അവര് പറഞ്ഞാ മതിയില്ലേ ഏത് കട്ടിങ് വേണമെന്ന്? ഇന്നതിന് കട്ട് ചെയ്താൽ മതി എന്നുള്ള. ഈ കാറ്ററിംഗുകാർക്ക് ഇപ്പൊ നമുക്കിപ്പോ ഈ വാരിയല് ചൂടുന്ന പരിപാടി ഉണ്ടല്ലോ, അതിനുള്ള കട്ടിങ് ഒക്കെ നിങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ടോ? റിബില്ലേ? റിബ്സ്. അപ്പൊ അങ്ങനത്തെ കട്ടിങ് ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ എന്ത് സ്റ്റൈല് കട്ടിങ് വേണമെന്ന് പറഞ്ഞാൽ മുൻകൂട്ടി പറയണം. ഇന്നെ പാർട്സ് ഇന്നെ രൂപത്തിൽ കട്ട് ചെയ്ത് തരണം. വിളിച്ചു പറഞ്ഞാൽ മതി. വിളിച്ചു പറഞ്ഞാൽ അപ്പൊ അതിനനുസരിച്ച് സെറ്റ് ചെയ്ത. വിളിച്ചു പറഞ്ഞാൽ നേരത്തെ കാലത്ത് തന്നെ സാധനം അടിപൊളിയാക്കി കൊണ്ടുപോവാം. ഇതിപ്പോ ഒരു ഹോട്ടലിലേക്കുള്ള ബിരിയാണിക്ക് വേണ്ടി കട്ട് ചെയ്തുള്ളത്. അങ്ങനെ രാവിലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഓർഡറിന്റെ കട്ടിംഗ് ആണ് ഏറ്റവും കൂടുതൽ വരുന്നല്ലേ? ഹോട്ടലുകാരും മറ്റുള്ള കാറ്ററിംഗുകാരും അവർക്കൊക്കെ ഉള്ളതല്ലേ? ഷോൾഡറിലെ ഇറച്ചിയാണ് ഇപ്പൊ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതിപ്പോ നമ്മളിപ്പോ ഇറച്ചി മേടിച്ചതിന് ശേഷം നമ്മളിപ്പോ എല്ല് വേണം പറഞ്ഞപ്പോ നിങ്ങൾ കട്ട് ചെയ്ത് കൊടുക്കല്ലേ? അത് 200 രൂപന്റെ ഇറച്ചി മേടിച്ചിട്ടുണ്ട്. അത് കൊടുത്തിട്ട് തൂക്കിയിട്ട് പിന്നെ അതിന്റെ പുറത്ത് കുറച്ച് പതിരും കുറച്ച് എല്ലും അതിപ്പോ നിങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കും? നമ്മൾ വന്നുള്ള ആൾക്കാർക്ക് അങ്ങനെ കൊടുക്കും ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൊടുക്കും. അത് സ്ഥിരം മേടിക്കുന്നവർക്കാണോ അതോ ആര് വന്ന് ചോദിച്ചാലും കൊടുക്കും. പ്രശ്നമില്ല. പൈസ കൂട്ടുന്ന സാധനമാണ് 150 രൂപ കിലോ. അപ്പൊ അതൊരു പീസ് ലഞ്ച് കൊടുക്കും, കുറച്ച് എല്ല് കൊടുക്കും, മിക്സ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കും. ഇപ്പൊക്കെ ഇവിടെ ഇപ്പൊ വന്നു കഴിഞ്ഞാല് നമ്മളിപ്പോ തൂക്കി സാധനം വാങ്ങിച്ചാലും ഒത്തിരി എല്ല് വേണമെന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മള് കട്ട് ചെയ്തിട്ട് കൊടുക്കും. ആ എല്ലും കൂടി ചേർത്താലാണ് കറിക്ക് ടേസ്റ്റ് കിട്ടുള്ളൂ അല്ലേ? അപ്പൊ ഇത് നമ്മളെ കുഞ്ഞാമ്മക്കോയൊക്കെയാണ്. കുഞ്ഞാമ്മക്കോയൊക്കെ നിങ്ങൾക്ക് ഈ കടയിലെ ഇറച്ചി കച്ചവടത്തിനെ പറ്റിട്ട് എന്താ പറയാനുള്ളത്? നല്ല ഇറച്ചി കച്ചവടമാണ്. നിങ്ങൾ വെറുതെ പറയരുത്, സത്യസന്ധമായിട്ട് പറയണം. സത്യസന്ധമായി തന്നെ പറയുന്നത്. കാരണം ഈ വീഡിയോ കണ്ടിട്ട് പല ആളുകളും ഇനി ഇവിടെ മേടിക്കാൻ വരണ്ടാണ്. അപ്പൊ നിങ്ങള് കുറെ കാലമായി ഇവിടുന്ന് മേടിക്കാൻ തുടങ്ങിയിട്ട്. അപ്പൊ ഇവിടെ ധൈര്യമായിട്ട് മേടിക്കാൻ പറ്റുമോ? ഉറപ്പായി മേടിക്കാം. യാതൊരു വ്യത്യാസവും വേണ്ട, വിശ്വസിച്ച് വാങ്ങാം. ഇവിടെ നമുക്കിപ്പോ വീട്ടില് ഡോഗ്സിനെ വളർത്തുന്ന ആൾക്കാർക്ക് ഇപ്പോ അതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു സ്പെഷ്യലുകളാണ് നമ്മളെ എല്ലുകളില്ലേ, നട്ടെല്ല്, എല്ല്, പിന്നെ അതേപോലെ ലെങ്സ് കാര്യങ്ങളെല്ലാം അതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. ഇത് നമ്മൾക്ക് ഡെലിവറി കൊടുക്കുന്നുണ്ടോ? ഡെലിവറി ഉണ്ടല്ലേ? ഇത് നമുക്ക് ഡെലിവറി കൊടുക്കുന്നുണ്ട്. ഈ ഒരു 6 കിലോമീറ്റർ സറൗണ്ടിലുള്ള ആൾക്കാർ എത്തിച്ചു കൊടുക്കും. അത്രേ ഉണ്ടാവുള്ളൂ. വൃത്തിയായിരിക്കും. അപ്പൊ ഇവിടെ മുർഷാദൊക്കെ വന്നിട്ടുണ്ട്. മുർഷാദക്ക നമസ്കാരം. എന്താണ് ഇവിടുത്തെ ഈ ഇറച്ചി കച്ചവടത്തിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം? അടിപൊളി ഇറച്ചിയാണ്. ഞങ്ങളിപ്പോൾ ഒരു 10-15 വർഷം ഇവിടുന്ന് ഇറച്ചി വാങ്ങുന്നത്. 15 വർഷത്തോളമായി. നല്ല അടിപൊളി ഇറച്ചിയാണ്. നമുക്ക് ധൈര്യമായിട്ട് മേടിക്കാം അല്ലേ? വേഗം കഴിയും ചെയ്യും. 12 മണിയാകുമ്പോഴേ ഇറച്ചി കഴിയും ചെയ്യും. അത്രക്കും
അതിപ്പോ ഞാനിപ്പോ നമ്മളിപ്പോ ഇവിടെ വന്ന് കുറച്ച് നേരം ആകുമ്പോൾ തന്നെ ഹോട്ടലിന്റെ ഓർഡറുകൾ കാര്യങ്ങൾ എല്ലാവരും ഓർഡറാണ്. ആരും ഇവിടെ വന്ന് മേടിക്കണില്ല. അത് ഇക്കാനോടുള്ള വിശ്വാസം കൊണ്ടാവണില്ലേ? തീർച്ചയായിട്ടും. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? വാങ്ങിക്കുന്നത് ധൈര്യമായിട്ട് മേടിക്കാല്ലേ? എല്ലാവർക്കും വരുന്ന എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് ഇവിടെ വരുമ്പോൾ. ഇവിടെ കുറേ ആളുകൾ ഓർഡറാണ്. അതായത് സാധനം മൂപ്പരാളോടുള്ള ആ ഒരു വിശ്വാസത്തിൻ്റെ മേലെ ആളുകൾ ഇവിടെ ഡെലിവറിക്ക് വേണ്ടിയിട്ട് ഓർഡർ കൊടുക്കും, സാധനം അവിടെ എത്തിക്കും. അങ്ങനെയാണ് ഇവിടുത്തെ ഈ കടയിലെ കച്ചവടം നടക്കുന്നത്. ഇത് നമ്മളെ അജയാണ്. അജയ് ഇപ്പൊ ഇത് എന്തിലേക്കാ കട്ടിങ്? കറിയിലേക്ക്. ഓർഡറാ? ഓർഡർ. ഇപ്പൊ നാസർക്ക് ഇവിടെ വന്നിട്ടുണ്ട്. നാസർക്ക, എന്താണ് നിങ്ങളെ വിശേഷങ്ങള്? നിങ്ങളിപ്പോ ഇവിടെ ഇറച്ചി പിടിക്കാൻ വന്നാ? ഇതിപ്പോ എന്തിനാണ് ഇപ്പോൾ ഇതൊക്കെ ഓർഡർ കൊടുക്കാനുള്ളത്? നിങ്ങളെന്താ കാറ്ററിംഗ് സർവീസാ? നിങ്ങളെ കാറ്ററിംഗ് സർവീസിന്റെ പേരെന്താണ്? മലബാർ. എന്താണ് ഇപ്പൊ ഇക്കാന്റെ ഇറച്ചി കച്ചവടത്തിനെ പറ്റി നിങ്ങളെ അഭിപ്രായം? 100% വിശ്വസിക്കാം. എത്ര കാലമായി ഇവിടുന്ന് മേടിക്കാൻ തുടങ്ങിയിട്ട്? 15 വർഷമായി. അപ്പോൾ നമ്മളെ വീഡിയോസ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇത്ര നേരം കണ്ടത് നമ്മളെ കോഴിക്കോട് പുതിയങ്ങാടി കോർപ്പറേഷൻ്റെ നേരെ പുറകിലാണ് നമ്മളെ ഈ മീറ്റ് ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇവരെ നമ്പേഴ്സും കാര്യങ്ങളും ഡീറ്റെയിൽ എല്ലാം ചെയ്യാം. അപ്പോൾ നല്ല മീറ്റ് ആവശ്യമുള്ള ആളുകൾ ഇവിടെ വരിക. ഇവിടെ വന്ന് നിങ്ങൾക്ക് 100% തൃപ്തിയായി കഴിഞ്ഞാൽ മാത്രം വാങ്ങിച്ചാൽ മതി. അപ്പോൾ ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് എല്ലാവർക്കും ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.